ഉരുള് പോലെ പൊത്താതാവുന്നുണ്ടോ. അതുകൊണ്ടാണ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത, ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽക്കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്റർ താഴെ ലാസ്റ്റ് ഉദാഹരണം മാത്രമാണ് ആ വളവിൻ്റെ ഇടയ്ക്ക് അടുത്തുനിന്ന് വലത്തോട്ടെല്ലാം പവർ വരുന്നുണ്ടോ. പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടി അധികം വെള്ളം, ഇത് പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്തായിട്ട് പൊന്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയും മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ ആൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു പൊക്കോളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ്. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എന്തെങ്കിലും വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു, കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ പുഴയെല്ലാം കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നു. അങ്ങനെയാണ് കക്കയോട് ഉരക്കുഴിയും പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾ വരുമ്പോൾ കരിയാത്തുമ്പോൾ തോണിക്കടവെല്ലാം കണ്ടോ, ആ തോണിക്കടവിലേക്ക് ഒഴുകി പോകുന്ന വെള്ളം ഇതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം, എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറയിൽ കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനൊക്കെയുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞൊരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. അതാണ് വേറെ പ്രത്യേകത. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരയിൽ, അതിരപ്പള്ളിയെല്ലാം പോവുകയാണെങ്കിൽ താഴെ നിൽക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് പതിക്കുന്ന കാണാം. ഇത് താഴോട്ട് പതിക്കുന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം പേരും കൂടെ വരാൻ പോവുക. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പാലത്തെ കയറി ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടിയാണ് തൂക്കുപാലം ഉണ്ടാക്കിയത്. പക്ഷെ അത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പോൾ നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി മരത്തിൻ്റെ 3/4 ഭാഗത്തിൽ ഇവിടെയെല്ലാം 3 ദിവസം ഇങ്ങനെ അഗാധമായി വെള്ളത്തിലായിരുന്നു. പിന്നെ കമ്പിവേലിയിലില്ല. വേറെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാല പാറയുടെ മാത്രം കൊടുക്കുക. നെറ്റി, കണ്ണ്, മൂക്ക്, വായു തടിച്ച് ഈ തള്ളി നിൽക്കുന്നതാണ്. ശരിയാ 18 ഗ്രാമത്തിൽ അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ ബാണാസുര സാഗർ. പടിഞ്ഞാറത്തറ ബാണാസുര സാഗറിന് വെള്ളം തോന്നുന്ന കഴിയാണ്